ജോയിയേ ഓ ജോയി ഓ കട തുറന്നതേ ഉള്ള എന്താ തുറന്നപ്പോഴത്തേക്കും അടയ്ക്കണോ മറുപടി ചിരിക്കാൻ ഇത്ര എന്നാലും എന്റെ തോറ്റ മെമ്പർ പ്രസന്നകുമാർ എന്താ ഈ വഴിക്ക്? അതൊന്നും പറയരുത്. പഞ്ചായത്ത് ഇലക്ഷൻ അമ്മ തോക്കും ജയിക്കും, അത് സ്വാഭാവികമാണ്. പറഞ്ഞാൽ മനസ്സിലല്ലേ? ഇയാൾക്ക് അരി ഒന്ന് പഠിപ്പിക്കും. ക്രിസ്മസാ ഞാൻ ഇവിടെ മില്ലും വെച്ചോണ്ടിരിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞതല്ലേ ഉള്ളൂ. പഠിപ്പിച്ചു തരും. എന്നാ പെട്ടെന്നാവട്ടെ. അരിയാട്ടും ഉഴുന്നാട്ടും വേറെ വല്ല ആട്ടൂടാ. പുഴുവാട്ടും. ഓ, അപ്പുറത്ത് ആ പുളിങ്കുല കാമ്പിലോട്ട് കയറി കൊടുക്കും. ഞാൻ ചോദിച്ച് തിരിച്ചു തന്നെ. എടാ, നമ്മളെ കുട്ടിയായാലും നീ ആയിട്ട് വല്ല ബന്ധമുണ്ടോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, നിങ്ങൾ വല്ല കമ്പനി വല്ലതും ഉണ്ടോ? ഇല്ല. എന്താ? അല്ല, പുറത്തൊരു ബോർഡ് എഴുതി വെച്ചേക്കുന്നു. എന്തുവാ? ഒരു കുട്ടി അകലിന് 30 രൂപ. പെട്ടതല്ലയാ, ഒരു കുട്ട അവലിന് 30. അല്ല, അതാ എനിക്ക് മനസ്സിലാവാത്തത്. സാധാരണ അങ്ങനെ ഈ വന്ന കാലത്ത് ആരെങ്കിലും 30 രൂപ വെറുതെ കളയും. അല്ല, അതുകൊണ്ട് ചോദിച്ചു. എന്റെ പൊന്നളിയാ, സത്യം പറഞ്ഞ തോറ്റതിന് ശേഷം എനിക്ക് ആകെ പ്രശ്നത്തിലാണ്. കളിയാക്കുവാനെ നാട്ടുകാരെല്ലാം കൂടെ. ഈ തോറ്റതിന് ശേഷം പുറത്തിറങ്ങി നടക്കാൻ വയ്യ. എന്താ അതിന്റെ കാലം ആരെങ്കിലും ആണി വല്ലതും അടിച്ചു കയറ്റിയ? അതല്ലെന്ന്. എടേ, ഒരു ചായ കുടിക്കാൻ പോലും പുറത്തോണെങ്കിൽ കളിയാക്കുക. ഞാൻ പുറത്തോട്ട് ചായ കുടിക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് അറിയാവോ? ഇങ്ങനെ പോന്നെ നാട്ടുകാർ തിരിച്ചറിയാതിരിക്കാൻ. ഇതാണോ നിനക്ക് പറ്റിയ പോകാം? ഇപ്പൊ ക്രിസ്മസ് ആയിട്ട് എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നിന്റെ പണി നോക്കുന്നു കേട്ടോ. നമ്മുടെ നാടിന്റെ പൊന്നോമന പുത്രി ജൂലിയറ്റ് വിജയശ്രീ ലാളിതയായി കടന്നു വരുന്ന തെരുവീഥികളെ രാജവീഥികളാക്കിക്കൊണ്ട് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി കടന്നു വരികയാണ്. ഒരു വോട്ടിൽ അവള് വിജയിച്ചത് കേട്ടോ. സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങുന്നു. ഇത്ര ഒരു വൃത്തികെട്ട അവള് നാളെ ഈ കസേര ഇരിക്കുന്ന എനിക്കൊന്ന് കാണണം. എന്റെ പൊന്നിലെ ഒരു കാര്യം മനസ്സിലാക്കണം. ആ പെണ്ണെന്ന് പറഞ്ഞാണ്ടല്ലോ, ഒരു എരണം കെട്ട പെണ്ണാളി. സത്യവാളി ഇവിടെ എങ്ങനെ ജയിച്ചത് ഞാൻ ആലോചിക്കുന്നത്. അവളെ തോപ്പിക്കാൻ വേണ്ടി ഞാൻ ഏതൊക്കെ അമ്പലത്തിലും പള്ളിയിലും നേർച്ചയിട്ടുണ്ടെന്ന് അറിയാവോ? ഒരുപാട് പേര് വേറെ നേർച്ച കിട്ടിയാ. നീ ആയിരുന്നു ജയിക്കേണ്ടത്. സത്യം, ഞാനാ ജയിക്കേണ്ടത്. അവളെന്ന് പറഞ്ഞ അവളെ കണി കണ്ടു കഴിഞ്ഞാ അന്നത്തെ ദിവസമേ ഗുണം പിടിക്കും. ഒരു കാരണവശാലും അവള് നാളെ ആ കസേര ഇരിക്കത്തില്ല. അതെന്താടാ, കസേരയ്ക്ക് ആട്ടം വല്ലതും ഉണ്ട്? അതല്ലെന്ന്. വേണ്ട, ഈ മൊബൈൽ കണ്ടോ? ഇതിനകത്താന്ന് ഇരിക്കുന്നത്. അവള് എങ്ങനെ ജയിച്ചെന്നും എന്തൊക്കെ കൊടുത്തെന്നും ഏതൊക്കെ തിന്നിട്ടാണ് ഏതൊക്കെ സംഭവിച്ചിട്ടാണ് അവൾ ഇങ്ങനെ ജയിച്ചതെന്നൊക്കെ ഉള്ള തെളിവ് എന്റെ ഈ മൊബൈലിനകത്തുണ്ട്. ഇതിനകത്തുണ്ടടാ. കാണിച്ചാ? ഇല്ലല്ല, ഇന്ന് ഞാൻ വൈകുന്നേരത്ത് പത്രസമ്മേളനം വിളിച്ച് പത്രക്കാരെ എല്ലാം അത് കൊടുത്ത് ചാനലിൽ മൊത്തം വരും. അവസാനം നാളെ അവളെ കസേര ഇരിക്കുന്നതിന് മുമ്പ് രാജിക്കത്ത് എഴുതി വെച്ചാൽ അവള് പോടാ. എങ്ങനെയുണ്ടാ എന്റെ ബുദ്ധി? നല്ല ബുദ്ധിയാ. നല്ല ബുദ്ധി തന്നെ കേട്ടോ. നമ്മുടെ ഓമന നേതാവേ, നമ്മുടെ ഓമന നേതാവേ, ധീരതയോടെ നയിച്ചോളൂ, ധീരതയോടെ നയിച്ചോളൂ, ലക്ഷം ലക്ഷം പിന്നാലെ, ലക്ഷം ലക്ഷം പിന്നാലെ. അവൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. എനിക്കാണ് അവളെ മുഖത്ത് നോക്കിയാൽ ശരിയാവത്തില്ല. ഞങ്ങൾ കീരിയും പാമ്പുവാ. ഒളിച്ചിരിക്കുന്ന ഒരു സ്ഥലം താളിയാ. നീ നിന്റെ വീട്ടിൽ പോയെ? ഞാൻ പറയട്ടെ, അവള് സ്വീകരണം കഴിച്ചിട്ട് പോകുന്ന പറഞ്ഞ ഞാൻ ഒളിച്ചിരിക്കട്ടെ. പാട്ടൊക്കെ ഞാൻ പെരിച്ചടിയോ? ആര് പറഞ്ഞു? അതൊന്നും എടുക്കല്ലേ, അവിടെ വെയിലത്. അവള് വരുന്ന അത് മുളക് പൊടിച്ച ചാക്കാടാ. എന്റെ അമ്മച്ചേ, അയ്യോ അയ്യോ അയ്യോ, ആരാണ് ഈ സമയത്ത് പാട്ടക്കകത്തിട്ട് അടിക്കുന്നത്? ആരും അടിക്കുന്നില്ല, നീ തന്നെത്താനെ കൊണ്ടിട്ട് അടിക്കുന്നതാടാ. ഒന്ന് ഊരിങ്ങോട്ട്. വല്ല ആവശ്യമുണ്ടോടാ ഇതിന്റെയൊക്കെ? മൂലമറ്റം വരെ എറിഞ്ഞു നീർന്ന്. ഓ, എനിക്ക് വയ്യായോ. തുടക്കാൻ എനിക്ക് തുണി താഴെയാ. എവിടെ തുണി? എവിടെ? അയ്യോ, അതെടുക്കല്. ഇന്ന് വൈകിട്ട് കരോളിന് പോവാൻ ക്രിസ്മസ് വേഷം ഇത് മതി. എന്തോ രോഗി ഇച്ചത് വൈദ്യം കൽപ്പിച്ചത് പാല്. ഇത് ശരിയാവത്തിരുന്നു. അവര് വരുന്നവർ നീ ഇട്ട് തടയത് മറിഞ്ഞു നിന്നാ മതി. ഇല്ല, അവൾ നമ്മൾ വെട്ട് നടക്കൂടാ. എന്റെ കൂടെ പഠിച്ചായിട്ട് മാത്രമാണ് നിന്നെ കൂടെ. ഒരു കുഴപ്പമില്ല. അവര് ഏതെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാ പെട്ടെന്നാവട്ടെ. ഒരു കാരണവശാലും ഞാനാന്ന് പറയല്ലേ ഇവിടെ. എന്റെ ദൈവമേ, ഞാൻ നിന്നെ സഹായിച്ചില്ലെങ്കിൽ പിന്നെ ആരാടാ നിന്നെ സഹായിക്കുന്നത്? വരുന്നുണ്ട്. മെമ്പറുടെ ചിരിയണ്ടടാ. അത് ചിരിക്കുവല്ല, ഇന്നലത്തെ മഴയത്ത് മിന്നലടിച്ചപ്പോ കല്ലേ കിടക്കുന്ന കമ്പി കൂടെ കറണ്ട് കയറി വാ കയറി പോയതാ. തീക്കള്ളി കൊണ്ട് അവള് തലയൊറിയുന്നത്. പേരിലേ ഉള്ളു കുട്ടി, മനസ്സിലാക്കിക്കോ. ചുമ്മാതാണോ പയ്യന്മാരല്ല ഇവ കോട്ട് കൊടുത്തത്. ട്യൂബ്ലൈറ്റ് അല്ല, ജൂലിയറ്റ്. എനിക്ക് തെറ്റിപ്പോയതാ. അല്ലട കള്ള പിച്ചിപ്പൂ. അയ്യോ, അങ്ങനെ പിച്ചല്ലേ. ഞാൻ ഈ ഇലക്ഷനിൽ ജയിച്ച ആദ്യം സ്വീകരണത്തിന് ഈ അച്ചായന്റെ കടയിൽ വരാൻ ഒരു കാരണമുണ്ട്. ഞാൻ ഈ ഇലക്ഷനിൽ നിൽക്കുന്നു എന്നറിഞ്ഞ ആ നിമിഷം തന്നെ നട്ടപ്പാതിരാത്രി ഈ അച്ചായൻ എന്റെ വീട്ടിൽ വരികയും 1,00,000 രൂപ എനിക്ക് തന്നു. ചക്കര മുത്തേ ജൂലിയറ്റേ പോയി ജയിച്ചു എന്ന് പറഞ്ഞ് എന്നെ അനുഗ്രഹിച്ചു വിടുകയും ചെയ്ത ആളാണ് ഈ നിൽക്കുന്ന അച്ചായൻ. കണ്ടോ ഞാൻ ജയിച്ച
പ്രസവിച്ച സന്തോഷത്തിലുള്ള അച്ചായന്റെ ആ ഒരു ആനന്ദ കണ്ണീര് കണ്ടോ? കണ്ണീര് കരയാൻ കിടക്കുന്നത് തുടർന്നു. ഈ പപ്പ എന്തോ ഈ സമയത്ത് ഇവിടെ വന്ന് നിൽക്കുന്നത്? വൈകുന്നേരം അല്ലയോ കരോള്? അത് പിന്നെ ഇത് പപ്പായ്ക്ക് ഒരുപാട് മേക്കപ്പ് ഉള്ളത് കൊണ്ട് പപ്പ നേരത്തെ വന്ന്. പപ്പ ഇങ്ങോട്ടൊന്ന് വന്നേ, ഒരു കാര്യം പറയട്ടെ. കരോളിനൊക്കെ പോകുന്ന കൊള്ളാം, എനിക്കെതിരെ നിന്ന് മത്സരിച്ച ആ പ്രസന്നകുമാർ ഉണ്ടല്ലോ, അവന്റെ വീട്ടിൽ ഒരു കാരണവശാലും പോകരുത്. അതെന്ത് കുഞ്ഞാടെ? അയ്യോ, അർത്ഥ കൈക്ക് ഉപ്പ് തേക്കാത്ത ആ പരമനാരുടെ വീട്ടിലോട്ട് പോയാൽ എന്തോ കിട്ടുമെന്നാ. വാരിക്കോരി കൊടുക്കുന്ന ആളാന്നാ പറയുന്നത്. Highlighting the year end. ഡിജിറ്റൽ ലോകം ഒന്നാകെ ഒരു വേദിയിൽ ഒരുമിക്കുന്ന നിമിഷം. അമൃത TV ഡിജിറ്റൽ മീഡിയ അവാർഡ്സ് 2025 ഡിസംബർ 28 ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക്. വാരിക്കോരി കൊടുക്കുന്ന കാര്യം, മാസാമാസം കറണ്ട് ചാർജ് അടയ്ക്കാൻ മടിയായിട്ട് വീട്ടിലെ ഫീസ് ഊരി പോക്കറ്റിലിട്ട് പറന്നു പോകുന്ന മിന്നാമിന്നെ പിടിച്ച് ചില്ലും കുപ്പിയിലടച്ച് ആ വെട്ടത്തിരുന്ന് ചോറ് തിന്നുന്നവനാ ആ വൃത്തികെട്ട. അറിയാമോ? അത് മാത്രമല്ല, എന്റെ പൊന്നച്ചായ അവന്റെ വീട്ടുകാർക്ക് പോലും അവനെ കണ്ടെടുത്താ കണ്ടുടന്ന്. അങ്ങനല്ലെന്ന്, ഭാര്യക്കൊക്കെ ഭയങ്കര സ്നേഹമാ അവന്റെ അടുത്ത്. അതുകൊണ്ടല്ലയോ അവന്റെ പെണ്ണുപിള്ളയുടെ മക്കളെ വോട്ട് വരെ എനിക്ക് കിട്ടിയത്. അതിന് കാരണം ഈ നിൽക്കുന്ന അച്ചായനാ. അത് മാത്രവുമല്ല, അയാളുടെ ഭാര്യയുടെ 2.5 പവന്റെ താലിമാല വരെ ഈ അച്ചായൻ എനിക്ക് പണയം വെക്കാൻ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. ഇനി എന്ന് പറഞ്ഞാൽ നമ്മൾ മെമ്പറിനെ സ്വീകരിക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ട് ഈ മാലയൊക്കെ എവിടെ കൊണ്ട് വെച്ചേക്കുന്നത്? പൂമാലയിട്ട് സ്വീകരിച്ചത് പൊടിപ്പില്ലാരനൊരു സ്വന്തം അവിടെ പഞ്ചായത്ത് മെമ്പറാ. ഈ ശബ്ദം എനിക്കറിയാം. പ്രസന്നകുമാറേ, നീ ആണോടാ ഈ പപ്പയുടെ വേഷം ഇട്ട് ഒളിച്ചു നിന്നത്? അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായല്ലേ? ഇവിടെ തോപ്പിക്കാൻ വേണ്ടി നീ അജി എത്ര ഞാൻ തീരുമാനം ഉണ്ടാക്കി തരാൻ. ഞാൻ എന്തായാലും മെമ്പറിന് ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു അപേക്ഷ അങ്ങ് തരുവാ. നടത്തി തരാം. പിന്നെ എന്റെ പ്രായമായ അപ്പച്ചന് ഒരു കട്ടില് പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ചു തരണം. ഈ അച്ചായന്റെ അപ്പച്ചനെ ഞാൻ വരുന്ന വഴിയിൽ വെച്ച് കണ്ടു. അപ്പച്ചൻ ഈ പ്രായത്തിൽ കട്ടിലല്ല, ഒരു തൊട്ടിലാണ് ആവശ്യം. പിന്നെ അടിച്ച് കോൺ തിരിഞ്ഞ് ആലിലയിൽ ആട്ടാമ്പുഴ കിടക്കുന്ന പോലെ കിടക്കുന്ന മനുഷ്യന് തൊട്ടിലല്ല ഞാൻ എന്തോ എടുത്ത് വെച്ച് കൊടുക്കണം. എങ്ങനുണ്ട് കുത്തി കൊറാകൊണ്ട് ചെന്ന്? എടാ, നീ കളിയാക്കൊന്നും വേണ്ട. മെമ്പർ എനിക്ക് കട്ടില് തരികയും ചെയ്യും, ഞങ്ങൾ ഒരുമിച്ച് അതിനകത്ത് കിടക്കുകയും ചെയ്യും. ഞാനും എന്റെ അപ്പച്ചനോട് കിടക്കുന്നു. അങ്ങനെ പറ. അയ്യോ, ഇയാൾക്ക് ഇവിടെ നിന്ന് സംസാരിക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ട്. എനിക്ക് നിരവധി സ്ഥലങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങാനുള്ളതുകൊണ്ട് എനിക്ക് ഉടനെ തന്നെ പോണം. വാ കൊച്ചുങ്ങളെ നോക്കിയിരിക്കാതെ. മിണ്ടിപ്പാവരുത് അവിടുന്ന് കേട്ടോ. നോക്ക്, ഓരോ വോട്ടിന് പാസ്സായിട്ടാണ് ഒന്ന് പോക്ക് നോക്ക്. കണ്ടാത്തൊന്നും 5000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അളിയാ, ഞാൻ എത്ര ആലോചിച്ചിട്ട് എനിക്കത് മനസ്സിലായില്ലേ. ഈ ഒരു വോട്ടെന്ന് പറയുമ്പോ അത് ആര് വോട്ടായിരിക്കും? ഞാൻ ചത്തുപോയല്ലോ, തെളിവ് നിന്റെ തന്നെ വേണം. ആരോടും പറയരുത്. ചെറിയ സ്കൂളിൽ ഞാൻ വോട്ട് ചെയ്യാൻ പോയപ്പോഴത്തേന് ബൈൻഡ് പെട്ടിക്കകത്തോട്ട് കയറിയപ്പം കുത്താ നിർത്തി ഇവളെ ചിഹ്നവും മുഖവും തെളിഞ്ഞു വന്ന് എന്റെ പെരുവരളെ തന്നെ ദേഷ്യം കൂടെ ഇങ്ങ് കയറി വന്നിട്ട് ഞാൻ പറഞ്ഞു, നീ ആരൊക്കെ ജയിച്ചാലും ഇവള് ജയിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് അവളെ മുഖത്തിട്ടൊരു ഒറ്റ കുത്തുമാറി ചെന്ന് കയറിയതാ ചിഹ്നത്തിനകത്ത്. ഞാൻ ആദ്യമായിട്ടാ കേൾക്കുന്ന ഒരു സ്ഥാനാർത്ഥി എതിർ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത് ജയിപ്പിച്ചത്. നീ അതൊന്നും പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇത് അരിപ്പ് പൊടിച്ചേരാൻ നോക്ക് കേട്ടോ. ഇന്ന് പത്രസമ്മേളനം ഉണ്ട്. നാളെ അവൾ അവിടെ കയറി ഇരിക്കുന്നെന്ന് കാണണം. ഞാൻ രഘുവിനെ ഒന്ന് വിളിക്കട്ടെ. ഹലോ രഘുവേ, നാളെ പത്രസമ്മേളനം ഇന്ന് 8 മണിക്ക്. ഈ തെളിവെല്ലാം കൊടുക്കണം. നാളെ അവളെ പഞ്ചായത്ത് ഓഫീസിൽ ഇരിക്കരുത്. ഓ ഇല്ല ഞാനിവിടെ. ഹലോ, ഞാൻ കൊടുപ്പമില്ല. നീ ആ കവർ എടുത്തൊന്ന് പിടിച്ചു. കവർ കിറ്റെടുത്തൊന്ന് പിടിച്ച. എന്താടാ കിറ്റെടുത്തൊന്ന് പിഴാതെ പിടി. കേക്കാം, കുന്തറാട്ടം എടുത്ത് മാറ്റിക്കളഞ്ഞ കിറ്റെടുത്തൊന്ന് പിഴാതെ.
അപ്പൊ പിന്നെ പറഞ്ഞ പോലെ ഓക്കെ 7 മണിയാകുമ്പോ TV വാർത്ത വെച്ച് നോക്കണം, പത്രസമ്മേളനം കാണാം. ഓക്കെടാ. അപ്പൊ അടിപൊളി. ആ ഓക്കെ, ഹാപ്പി ക്രിസ്മസ്. ഓക്കേടാ. ആ ശരി. ആ പറ രഘു, ഞാന് എന്റെ മറ്റേ തെളിവ് മൊബൈൽ അവരുടെ എവിടെ ഞാൻ തെളിവ് പത്രസമ്മേളനത്തിന് മൊബൈൽ എവിടെ കൊണ്ട് കളറാ നീ? ഞാൻ ഇപ്പൊ ഇവിടെ വെച്ച എടാ ഇവിടെ കൊണ്ട് കളഞ്ഞ് കാണാൻ പറ്റുന്നത് നീ എവിടെ കൊണ്ട് വെച്ച് മൊബൈൽ? ആ പ്രാന്താ, നിനക്ക് ഏത് സമയത്താടാ ഈ സഞ്ചി എടുത്ത് ഇതിനകത്ത് പിടിക്കാൻ എന്റെ അടുത്ത് പറഞ്ഞത്? എന്തുവാ? അതെടുത്ത് ഞാൻ ഈ വഞ്ചിക്കകത്തോട്ട് ഇട്ടതാ. താണ്ടടാ തെളിവെല്ലാം കൂടെ പൊടിഞ്ഞ് ചഞ്ചിക്കകത്ത് കിടക്കുന്നേ. ഞാൻ ഇനി എന്തോ ചെയ്യോ? ഈ രാവിലെ 1 കിലോ പാളം കൂടെ പഴം വാങ്ങിക്കണം. എന്നിട്ട് ഈ തെളിവെല്ലാം കൂടെ കൊണ്ടുവന്ന് ഈ നീളത്തിൽ പുട്ടവിച്ച് പഴവും കൂട്ടി ഞെവിടി നിന്റെ വായോട്ടൊക്കെ വിഴുകിക്കും. എങ്ങനെ ഉണ്ടായിരുന്നു പൊടിമില്ലി പോയിട്ട് വന്നിട്ട് നൊസ്റ്റ് അടിച്ചോ എല്ലാവർക്കും? ചേച്ചി ബോംബെയിലെ പൊടിമില്ലാണ്. അല്ലല്ല നമ്മുടെ തറവാട്ടിലുണ്ട് പൊടിമില്ലോ? ആ വാവ്, നൈസ്. അതുകൊണ്ട് സത്യം. അപ്പൊ അവിടെ പൊടിയുണ്ട്, എണ്ണയും, കൊപ്ര. ലാളി ജഗ ജഗ. ഈ കൊപ്ര ആട്ടുമ്പോഴേ നല്ല Smell. ആയിട്ട് ചൂടായിട്ട് അതിന്റെ പിണ്ണാക്ക് കിട്ടും. അത് കഴിക്കണം. എന്റെ അമ്മോ എന്ത് ടേസ്റ്റ് ആ ആണെന്നറിയോ? പിണ്ണാക്കില് ശർക്കര ഇട്ട് കുറച്ച് എന്താ പറയാ ഇതെല്ലാം ഇട്ട് നന്നായി വരട്ടി 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 അതിങ്ങനെ ചെറിയ ചെറിയ ഉണ്ടയാക്കി അത് അമ്മമ്മ അങ്ങനെ വെക്കും. അതിങ്ങനെ അമ്മമ്മ വിശക്കുന്നു പറഞ്ഞപ്പോ നമുക്ക് പെട്ടെന്ന് ഒരു കാര്യം ചെയ്യാം. ബാറ്ററി എത്രത്തോളം ചാർജ് കയറുന്നൊക്കെ നോക്കിട്ട് പോയി എണ്ണയിലും കഴിക്കാം. അതാ നല്ലത്. കിഴപ്പ് വരുമോ? ശരി, അപ്പൊ എന്തായാലും ഇവരുടെ ഈ സ്കിറ്റിന് എത്രത്തോളം ബാറ്ററി ചാർജ് കയറി എന്നുള്ളത് നോക്കാം. ബാ. പണമൊഴുകണ കളി പറന്നിറങ്ങേണ്ട ചുരി ചുരി പല ചുരി ധൃതതുണ്ടന താളത്തിൽ ഞാൻ 15,000 rupees ആണ് നേടിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും ബാങ്ക് ഓഫ് ബോംബെ യെസ്. അത് ട്രാൻസ്ഫർ. എനിക്ക് ഇവരെ കാണുമ്പോ ആ ഗൗണ്ടറും രണ്ട് ഭാര്യമാരുടെ ആ ഒരു സ്കിറ്റ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് മനസ്സിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു കുറച്ച് ക്രിസ്മസ് ഡിസ്കൗണ്ട്. എപ്പോഴും അങ്ങനെയൊക്കെ ചെയ്താൽ കണ്ണുപെടും. അതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി അങ്ങനെ ആവട്ടെ. ശരി, അങ്ങനെ ആവട്ടെ. ശരി, ഇതയക്കുന്നു. സൂപ്പർ, ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ വീണ്ടും ഉഷാറായിട്ട് കാണും അല്ലേ അഞ്ജലി ജി? എല്ലാം ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇവിടെ മാത്രമേ ഉള്ളൂ.